ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കോ? ബിസിനസിന്റെ കാര്യത്തിൽ വരുൺ തോറ്റുപോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി എന്റെ തലയിലാ. അമ്മയ്ക്ക് ഇങ്ങനെ തല കുനിച്ചു നിൽക്കുന്ന ഒരു മോനെയാണോ കാണേണ്ടത്? തോറ്റുപോയ വരുണിനെ കാണണോ? അമ്മ, എന്നെ പോകാൻ അനുവദിച്ചാൽ മതി. പറ്റുമെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുകയും ചെയ്യാം. വരുണിനെ കണ്ടുമുട്ടാത്ത വേറെ എവിടെയെങ്കിലും. എനിക്കിങ്ങനെ എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക? എന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? ഞാനും അക്കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുവോ? എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ ഏട്ടത്തി പറയുന്നത്? ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് അപകടമാ. ഇവിടുന്ന് മാറി നിന്നാല് വരുണെല്ലാം അവസാനിപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അപ്പൊ പിന്നെ സംഭവിക്കുന്നത് വരുൺ വീട് വിട്ട് പോവുക എന്നുള്ളതാ. അത് ഏട്ടത്തിക്ക് സഹിക്കാൻ പറ്റുമോ? പക്ഷേ ഉർവശി, ഇവള് പറയുന്നതിലും കാര്യമില്ലേ? എന്നും അച്ഛന്റെ മുൻപില് തല ഉയർത്തി നിന്നവനാ ഇന്നാ തല താഴ്ന്നു. ഏട്ടത്തി, ഇപ്പൊ വരുണിന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ അതങ്ങനെ തന്നെ തുടർന്നു പോവുക വേണ്ടത്. ഇവൾ ഇതുവരെ എന്തൊക്കെയാണോ ചെയ്തോണ്ടിരുന്നത് അതിനേക്കാൾ കൂടുതൽ വേണം ഇപ്പൊ ചെയ്യാൻ. വരുൺ ഇവളുടെ മുഖത്തേക്ക് നോക്കില്ല എന്നൊരു കണ്ടീഷൻ ആവട്ടെ. എന്നിട്ടിവള് എവിടേക്കെന്ന് വെച്ച് ഇറങ്ങി പൊക്കോട്ടെ. ചെറിയമ്മ അരുത്, അങ്ങനെ പറയരുത്. ഓ, അതിന്റെ അർത്ഥം വരുണിനെ പിരിയാൻ നിനക്ക് പറ്റില്ല എന്നല്ലേ? ഞങ്ങളീ പറയുന്നതൊക്കെ നീ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നു എന്നല്ലേ? അങ്ങനെയല്ല. ഡീ, നീ നിന്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമായത്. നിന്നെ വളർത്തി വലുതാക്കിയവർക്ക് വേണ്ടി ചെയ്യുന്ന പുണ്യമായത്. ആ ശരി, പൊയ്ക്കോ. ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്യുക. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട. പോവാനല്ലേ പറഞ്ഞേ? പോവാൻ. ഏട്ടത്തി, ഇതിനൊക്കെ കൃത്യമായിട്ടൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ അവള് പറയുന്നതൊന്നും ഏട്ടത്തി കേൾക്കാൻ നിൽക്കണ്ട. എന്തൊരു കഷ്ടമായത്. കനലില്ല ചവിട്ടി നിൽക്കുന്നത്. പരീക്ഷിക്കേണ്ടത് സ്വന്തം മക്കളെ തന്നെയാ. ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അത് മറികടക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്യുക. നമ്മുടെയൊക്കെ മുമ്പിൽ വെച്ച് വരുൺ അവളുടെ ചെകിടത്തടിച്ച് നിന്നെ ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുതെന്ന് പറയുന്നത് വരെ നമ്മൾ ഇതൊന്നും മതിയാക്കുന്നില്ല.